ഹലോ ഫ്രണ്ട്സ്, ഈ ടെക് ഇലക്ട്രോണിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു ചൈന CRT കിറ്റ് ആണ്. സെറ്റ് ഡെഡ് ആണ്. കിറ്റായിട്ട് നമുക്ക് ഡേ വന്നതാണ് സെറ്റ്. നമുക്ക് നോക്കാം എന്താ കംപ്ലൈന്റ് എന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് കംപ്ലൈന്റ് നോക്കാം. അപ്പോൾ നമുക്ക് ബോർഡ് ചെക്ക് ചെയ്യാം. പവർ ഓൺ ചെയ്തിട്ടുണ്ട്. സപ്ലൈ വരുന്നുണ്ടോ എന്ന് നോക്കാം. ലൈറ്റ് ഇല്ല, പവർ ലൈറ്റ് ഇല്ല. മീറ്റർ DC 600 സെറ്റ് ചെയ്തിട്ടുണ്ട്. $295 മെയിൻ ഫിൽറ്റർ വരുന്നുണ്ട്. ഔട്ട്പുട്ട് വോൾട്ടേജ് 110 വരുന്നില്ല. അപ്പോൾ ഞാൻ സെറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി മീറ്റർ നമ്മൾ ബസർ മോഡിൽ ഇടുന്നു. നെഗറ്റീവ് പ്രോബ് ഞാൻ ഗ്രൗണ്ടിൽ വെച്ചിട്ടുണ്ട്. ഔട്ട്പുട്ട് 110 വോൾട്ടിന്റെ പോസിറ്റീവ് വെച്ചപ്പോൾ ഷോർട്ടിംഗ് ആണ് കാണിക്കുന്നത്. ഒന്നുകിൽ ഡയോഡ് ഷോർട്ട് ആവാം, അതല്ലെങ്കിൽ എച്ച് ഔട്ട് ഷോർട്ട് ആവാം. നമുക്ക് എച്ച് ഔട്ടിലൊന്ന് നോക്കാം. എച്ച് ഔട്ട് ഷോർട്ടിംഗ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എച്ച് ഔട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എച്ച് ഔട്ടിന്റെ കളക്ടർ പിന്നെ ഇളക്കി വിട്ടിട്ടുണ്ട്. ഡ്രൈ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടിന്യൂറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബസർ മോഡിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടിന്യൂറ്റി അല്ല, ബസർ മോഡിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഷോർട്ടിംഗ് ഉണ്ടോന്ന്. ഇപ്പോൾ ഔട്ട്പുട്ടിൽ ഷോർട്ടിംഗ് ഇല്ല. അപ്പോൾ നമ്മുടെ കംപ്ലൈന്റ് ഇപ്പോൾ എച്ച് ഔട്ടാണ്. ഇനി നമുക്ക് സെറ്റ് ഒന്ന് ഓൺ ചെയ്ത് വോൾട്ടേജ് കൃത്യമായിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കിയിട്ട് നമുക്ക് എച്ച് ഔട്ട് മാറാം. സെറ്റ് ഓൺ ചെയ്തിട്ടുണ്ട്. പവർ ലൈറ്റ് കത്തിയിട്ടുണ്ട്. അതുകൊണ്ട് 110 വോൾട്ട് ഔട്ട് ഒന്ന് അളന്ന് നോക്കണം. 110 വോൾട്ട് കൃത്യമായിട്ട് തന്നെ വരുന്നുണ്ട്. ആണ് നമുക്ക് എച്ച് ഔട്ട് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇതാണ് എച്ച് ഔട്ട്. C5928. എച്ച് ഔട്ട് നമുക്ക് മീറ്ററിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മീറ്റർ ബസർ മോഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ലെഗുകളും ഷോർട്ടിംഗ് ആണ് കാണിക്കുന്നത്. എച്ച് ഔട്ട് പോയതാണ്. ഇതിന് പകരം ഞാനൊരു 1803 എടുക്കുന്നത്. 1803. എച്ച് ഔട്ട് ഇടുമ്പോൾ നമ്മൾ കുറച്ച് ഹീറ്റ് സിങ്ക് പേസ്റ്റ് അപ്ലൈ ചെയ്യണം. പ്രോപ്പറായിട്ട് ഹീറ്റ് സിങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനാണ് നമ്മൾ ഹീറ്റ് സിങ്ക് പേസ്റ്റ് യൂസ് ചെയ്യുന്നത്. എച്ച് ഔട്ട് മാറ്റി ഇട്ടിട്ടുണ്ട്. നമ്മൾ ഉപയോഗിച്ചത് 1803 എച്ച് ഔട്ടാണ്. നമുക്ക് സെറ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പം TV നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ TV ഓസിലേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 180 വോൾട്ട്, 140 വോൾട്ട് ഉണ്ട്. അത് യോക്ക് കൊടുക്കാത്തതുകൊണ്ടാണ് 140 നിൽക്കുന്നത്. യോക്ക് കൊടുത്ത് ഓസിലേറ്റ് ചെയ്യുമ്പോൾ 180 ആവും. അപ്പോൾ നമ്മൾ ഈ എച്ച് ഔട്ട് മാറുന്നതിനോടൊപ്പം തന്നെ ഇതിനകത്തൊരു ഫ്ലൈ ബാക്ക് കപ്പാസിറ്റർ ഉണ്ട്. 912 1600 വോൾട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലൈ ബാക്ക് കപ്പാസിറ്റർ ഉണ്ട്. ഇതാണ് ആ ഫ്ലൈ ബാക്ക് കപ്പാസിറ്ററിന്റെ പോയിന്റ്. കളക്ടറിൽ നിന്ന് ഗ്രൗണ്ട് ചെയ്തേക്കുന്ന ഒരു കപ്പാസിറ്ററാണ്.
ഇതാണ് ഇതാണ് ആ ഫ്ലൈബാക്ക് കപ്പാസിറ്റർ. അതും കൂടെ നമ്മളൊന്ന് മാറി കൊടുത്തേക്കണം. കാര്യം നമുക്കത് മീറ്ററിൽ ചെക്ക് ചെയ്ത് അതിന് ലീക്കേജ് വല്ലതും ഉണ്ടോ എന്ന് അറിയാൻ പറ്റില്ല. ഇതിന് ലീക്കേജ് ഉണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് എച്ച വിട്ട് ഇങ്ങനെ പോകും. അതുകൊണ്ട് നമ്മൾ ആ ഫ്ലൈബാക്കും കൂടെ ഇതിനോടൊപ്പം മാറിക്കൊടുക്കണം. എന്നാണത് 912J. ഇത് 2000 വോൾട്ടാണ്. 912J 2000 തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലൈബാക്ക് കപ്പാസിറ്റർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ട്യൂബിൽ കൊടുത്ത് ഒന്ന് ചെക്ക് ചെയ്യണം. പിക്ചർ ഒന്ന് ചെക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ബോർഡ് ട്യൂബിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. പടം ഇട്ടിട്ടുണ്ട്. ഓണായി പടം വന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.